നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സജീവമാകവേ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന അന്തരിച്ച സോളമൻ അലക്സിന്റെ മകനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന നിനോ അലക്സിനെ നെയ്യാറ്റിൻകരയിൽ അംഗത്തിനിറക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഏറെ ആദരിച്ചിരുന്ന സോളമൻ അലക്സിനെ പലതവണ നെയ്യാറ്റിൻകരയിൽ പരിഗണിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം സീറ്റ് നിഷേധിക്കപ്പെട്ട ചരിത്രമുണ്ട്. ആ പഴയ തെറ്റ് തിരുത്താനും മകനിലൂടെ സോളമനോടുള്ള കടം വീട്ടാനുമാണ് ഇത്തവണ പാർട്ടി നീക്കം. സമുദായ സമവാക്യങ്ങൾ അനുകൂലം. നെയ്യാറ്റിൻകരയിലെ സമുദായ സമവാക്യങ്ങൾ കൃത്യമായി അറിയുന്ന കോൺഗ്രസ് എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ചേർത്തു നിർത്താൻ നിനോ അലക്സിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്ന് വിലയിരുത്തുന്നു. സോളമൻ അലക്സിന്റെ കുടുംബത്തിന് മണ്ഡലത്തിലുള്ള വലിയ സ്വാധീനവും സാധാരണക്കാർക്കിടയിലെ സ്വീകാര്യതയും വോട്ടായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. നഗരസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ലളിതമ്മയാണ് നിനോയുടെ അമ്മ എന്നതും പ്രാദേശിക ബന്ധങ്ങൾ ശക്തമാക്കാൻ സഹായിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ യുവനേതാവ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മികവ് കാട്ടി. കഴിഞ്ഞ കുറച്ചുകാലമായി നെയ്യാറ്റിൻകരയിൽ സജീവമാണ് നിനോ അലക്സ്. യൂത്ത് കെയർ പദ്ധതിയിലൂടെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകിയും കോവിഡ് കാലത്ത് ഭക്ഷണവും മരുന്നും എത്തിച്ചും നിനോ നടത്തിയ പ്രവർത്തനങ്ങൾ ജനശ്രദ്ധയാകർഷിച്ചിരുന്നു. പ്രളയകാലത്തും കൊറോണ പ്രതിസന്ധി ഘട്ടത്തിലും നിനോയുടെ നേതൃത്വത്തിൽ നടന്ന സേവന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ വലിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. നിലവിൽ തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറിയാണ്. നെയ്യാറ്റിൻകരയിൽ അറിയപ്പെടുന്ന സഹകാരി കൂടിയാണ് നിനോ അലക്സ്. നിലവിൽ LDF പ്രതിനിധീകരിക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ യുവത്വവും പാരമ്പര്യവും ഒരുപോലെ ഒത്തുചേരുന്ന ഒരു സ്ഥാനാർത്ഥി വേണമെന്ന KPCC നിർദ്ദേശമാണ് നിനോ അലക്സിലേക്ക് എത്തിയത്. തങ്ങളുടെ പിതാവിന് നൽകാതെ പോയ അംഗീകാരം മകന് ലഭിക്കുന്നതിലൂടെ അണികൾക്കിടയിലുള്ള ആവേശം ഇരട്ടിയാകുമെന്നും കോൺഗ്രസ് കരുതുന്നു. മാർ ബസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ നിനോ അച്ഛൻ സോളമൻ അലക്സിന്റെ പിൻഗാമിയായി നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ സജീവമായി. ഇതിനൊപ്പം ഒരുപിടി പേരുകളും നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. അതിൽ നിനോ അലക്സിന് മുൻതൂക്കമുണ്ടെന്നാണ് സൂചന.